റഷ്യയുമായി ഒരു സമാധാനം അത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായി യുക്രൈൻ ഒരിക്കൽ പോലും തെളിയിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ട്രംപ് സൗദി അറേബ്യയിൽ നടക്കുന്ന അമേരിക്ക യുക്രൈൻ ചർച്ചകൾക്ക് മുന്നോടിയായി പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ ധാതു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് അവർ തങ്ങളുടെ സമാധാന ശ്രമങ്ങളെ ഉയർത്തിക്കാണിക്കുമെന്നാണ് ട്രംപ് കൂടുതലും ഉന്നയിക്കുന്നത്. സെലൻസ്കിയുടെ ദുർവാശിക്ക് ട്രംപ് കൊടുത്ത യഥാർത്ഥ പണിയാണ് ഈ ധാതു കരാർ എന്നത് നിലനിൽക്കുന്ന ഒരു സത്യവുമാണ്. സെലൻസ്കി ആദ്യം ഒപ്പിടട്ടെ, എന്നിട്ട് സമാധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന നിലപാട് തന്നെയാണ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത്. സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ സെലൻസ്കിയെ പൂട്ടാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയും ട്രംപിന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. യുക്രൈനുമായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള താൽക്കാലിക വിരാമം ശരിക്കും അമേരിക്ക ഏകദേശം അവസാനിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യയേക്കാൾ യുക്രൈനുമായി ഇടപെടുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന തരത്തിൽ ട്രംപ് വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ധാതു കരാറിൽ ഒപ്പുവെക്കാനിരിക്കെയായിരുന്നു ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ വാക്കുതർക്കം കൂടുതലും ഉണ്ടായിരുന്നത്. ഇതോടെ ചടങ്ങ് മാറ്റിവെക്കുകയും ചെയ്തു. 2022 മുതൽ അമേരിക്ക നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങളിൽ സെലൻസ്കി നന്ദികെട്ടവനാണെന്നും അനാദരവോടെ പെരുമാറിയെന്നുമുള്ള കുറ്റപ്പെടുത്തലാണ് ട്രംപ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. നാറ്റോയുടെ കിഴക്കോട്ടുള്ള വ്യാപനം ഉൾപ്പെടെയുള്ള സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കാതെ ശാശ്വത സമാധാനം യഥാർത്ഥത്തിൽ അസാധ്യമാണെന്ന് റഷ്യയും ശക്തമായി പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ സർക്കാരിനോടുള്ള അനിയന്ത്രിതമായ ഔദാര്യത്തിന് അമേരിക്കയ്ക്ക് പ്രതിഫലമായി ഒന്നും ലഭിക്കാത്തതിൽ ട്രംപ് ബൈഡനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരഭിമുഖത്തിലാണ് സെലൻസ്കിയെ വിമർശിച്ചുകൊണ്ട് ട്രംപ് പ്രസ്താവനകൾ നടത്തിയത്. സെലൻസ്കിക്ക് $350 ബില്യൺ നൽകിയെന്ന പ്രസ്താവനയും ട്രംപ് പറഞ്ഞിരുന്നു. യുക്രൈനുമായുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ പങ്കിടൽ അടുത്തിടെ നിർത്തിവെച്ചത് യുക്രൈന്റെ പ്രതിരോധ ശേഷിയെ വളരെ നന്നായി ദുർബലപ്പെടുത്തിയ ഒരു നീക്കമായിരുന്നു യഥാർത്ഥത്തിലെന്നും പറയാം. ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾക്കും അതുപോലെ പ്രത്യേകിച്ച് റഷ്യയുടെ കുർസ്ക് മേഖലയിലെ അധിനിവേശ പ്രദേശത്തെ പ്രാദേശിക നഷ്ടങ്ങൾക്കും മനോവീര്യം കുറയുന്നതിനും വലിയ രീതിയിൽ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ അഭാവം നേരിട്ട് നൂറുകണക്കിന് യുക്രൈനിയൻകാരുടെ മരണത്തിന് കാരണമായി എന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുകയുണ്ടായി. യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും ശക്തമായ ചില ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം മനോവീര്യമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ പെട്ടെന്നുള്ള നിരോധനം റഷ്യൻ അതിർത്തി മേഖലയായ കുർസ്കിലെ യുക്രൈൻ സ്വാധീനത്തെ കാര്യമായി തന്നെ ബാധിക്കുകയുണ്ടായി. റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ വിലപേശൽ ചീപ്പായാണ് യുക്രൈന്റെ നേതാവ് സെലൻസ്കി കൂടുതലും കണക്കാക്കുന്നത്. മേഖലയിലേക്കുള്ള യുക്രൈനിയൻ വിതരണ ലൈനുകൾ വിച്ഛേദിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ മേഖലയിൽ അതിവേഗ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നും വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് മോണിറ്ററിംഗ് വെബ്സൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തി യുക്രൈനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചും കുർസ്ക് മേഖലയിൽ കീവ് അതിർത്തിയിൽ നിന്ന് റഷ്യൻ സൈന്യം ഏതാണ്ട് വിച്ഛേദിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. വിതരണക്ഷാമവും യുദ്ധക്കടത്തിലെ വഷളായ സാഹചര്യങ്ങളും കാരണം മേഖലയിലെ യുക്രൈനിയൻ സൈന്യം 2 ആഴ്ചയ്ക്കുള്ളിൽ അവരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യൻ സൈന്യം 3 ഗ്രാമങ്ങൾ മോചിപ്പിച്ചതായി പറഞ്ഞുകൊണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മേഖലയിലെ നേട്ടങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യുക്രൈൻ കുർസ്ക് മേഖല പ്രധാനമായിട്ടും ആക്രമിച്ചിരുന്നത്. തുടക്കത്തിൽ ചില നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ താമസിയാതെ തന്നെ റഷ്യൻ സൈന്യം യുക്രൈനിൽ മുന്നേറ്റം തടയുകയായിരുന്നു. അമേരിക്കയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ നഷ്ടപ്പെട്ടത് കുർസ്കിന്റെ പുറത്തുള്ള പ്രദേശങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സെലൻസ്കിയുടെ സർക്കാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 28-ന് വൈറ്റ് ഹൗസിൽ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന വാഗ്വാദത്തെ തുടർന്നായിരുന്നു ശരിക്കും യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ പിന്തുണയും അമേരിക്ക മരവിപ്പിക്കുന്ന നടപടി കൈക്കൊണ്ടിരുന്നത്. ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള നയതന്ത്ര സാധ്യതയിൽ സെലൻസ്കി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ സംഘർഷത്തിന്റെ ആഘാതം അമേരിക്ക അനുഭവിക്കുമെന്ന് ട്രംപിനോടും വൈസ് പ്രസിഡന്റ് JD വാൻസിനോടും പറയുകയും ചെയ്തു. ട്രംപ് പ്രധാനമായിട്ടും ആരോപിച്ചത് യുക്രൈനുള്ള അമേരിക്കയുടെ സഹായത്തിനും സെലൻസ്കി അനാദരവും നന്ദികെട്ടവനുമായി പെരുമാറുന്നുവെന്നും അതുപോലെ 3ാം ലോക മഹായുദ്ധവുമായി ചൂതാട്ടം നടത്തുമ്പോൾ റഷ്യയുമായി സമാധാനം തേടാൻ മടിക്കുന്നതായിട്ടുമാണ്. സമാധാന ചർച്ചകൾ നടത്താനുള്ള പ്രതിബദ്ധത യുക്രൈൻ പ്രകടിപ്പിക്കുന്നതുവരെ സഹായം നിർത്തിവെക്കൽ തുടരും. ഈ സാഹചര്യത്തിനിടയിൽ ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മൂന്നാമനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപിന് അതൃപ്തിയുള്ളതായി വാഷിംഗ്ടണിലെ നയതന്ത്ര വൃത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. മാത്രമല്ല ഇംഗ്ലണ്ടിലെ സാൻഡ്രിംഗ്ഹാമിലെ വസതിയിൽ വെച്ച് സെലൻസ്കി ചാൾസ് മൂന്നാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഓവൽ ഓഫീസിൽ വെച്ച് സെലൻസ്കി ട്രംപുമായി പരസ്യമായി വാക്കുതർക്കം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമായിട്ടും ഇതെന്ന് പറയാം. അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ബ്രിട്ടനിലേക്കുള്ള സെലൻസ്കിയുടെ 2ാം സന്ദർശന ക്ഷണവും സെലൻസ്കിക്കൊപ്പമുള്ള ചാൾസ് മൂന്നാമന്റെ ഫോട്ടോകളും ട്രംപിനൊരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്.